ബുദ്ധനും സ്ത്രീയും. ബുദ്ധ ഭഗവാൻ ബോധി വൃക്ഷച്ചുവട്ടിലിരുന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ശിഷ്യർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം കുട്ടിയുടെ പിണവുമായി ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടുവന്നു. ശവശരീരം ബുദ്ധന്റെ കാൽക്കൽ വച്ച് ഇങ്ങനെ യാചിച്ചു: അങ്ങ് ഭഗവാനാണ്. ഈ പിണം എൻ്റെ ഏകപുത്രൻ്റെതാണ്. അവനല്ലാതെ സ്വന്തമായി എനിക്കാരുമില്ല. അങ്ങ് വിചാരിച്ചാൽ കുട്ടിക്ക് പുനർജന്മം കിട്ടും. ദയവായി കനിഞ്ഞാലും. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു: ഞാൻ ഇതിനെ ജീവിപ്പിക്കാം. പക്ഷേ അതിനു മുമ്പായി എനിക്കു വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. ഈ ഗ്രാമത്തിലെ ഏതെങ്കിലും ഗൃഹത്തിൽ പോയി എനിക്കു വേണ്ടി ഭിക്ഷ വാങ്ങണം. മരണം നടക്കാത്ത വീട്ടിൽ നിന്ന് വേണം. ഇതൊരു നിസ്സാര കാര്യമെന്ന് കരുതി സ്ത്രീ ഭിക്ഷയ്ക്കായി പോയി. എല്ലാ വീടുകളിലും യാചിച്ചുവെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പോലും ഭിക്ഷ വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഓരോ വീട്ടിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട്. ഭിക്ഷ കിട്ടിയില്ലെങ്കിലും ആത്മപ്രകാശം കിട്ടി. മരണദുഃഖം തനിക്കു മാത്രമല്ല, മറ്റുള്ളവർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കി മടങ്ങി വന്ന് മാപ്പ് ചോദിച്ചു. പിണം കൊണ്ടുപോയി ദഹിപ്പിച്ചു.